കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഭാഷ് അനിയൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് എപ്പോഴാണോ എവിടെയാണോ ഒന്നും അറിയില്ല, എവിടെ പോയെന്നും പറഞ്ഞില്ല. പക്ഷേ ഏതോ ഒരു കുട്ടിയുടെ ആവശ്യത്തിന് ഇവൻ എന്താ ഇത് റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നൊന്നും അറിയാത്ത വിഷമിച്ചിരിക്കുകയാണ് സുഭാഷ്. എന്നാൽ ഫോൺ കോൾ കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട്, എന്നിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല. സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എന്നാലും ശ്രമിക്കുന്നുണ്ട് അനിയൻ. ഇപ്പോൾ പറയുന്നുണ്ട് എവിടെയാണോ എന്തോ ഏതോ ഒരു കുട്ടിയുടെ പേരും പറഞ്ഞ് ഇവൻ എന്താ അവിടെ കയറി നിൽക്കുന്നേ, അവനിങ്ങ് വരാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. എന്താണെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ അവിടെയാണെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. കാര്യം എന്തെന്നാൽ അവളെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. അവരങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ തീരുമാനിക്കുകയാണ് അവർ രണ്ടുപേരെയും. അങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ് പോലീസുകാരെല്ലാവരും കൂടെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിധി സമ്മതിക്കുന്നില്ല. അവൾ പറഞ്ഞു ഇനി വീട്ടിലേക്ക് പോകുന്നില്ല എങ്കിൽ എന്നെ ആ കല്യാണം കഴിപ്പിച്ച് വിടും, അതുകൊണ്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നിധിയോട് ലാസ്റ്റ് ചോദിക്കുന്നതാണ്, ഇനി കല്യാണം കഴിക്കാനാണോ ഇവനെ കല്യാണം കഴിക്കാനാണോ അതോ നിനക്ക് വീട്ടിലാണോ പോകാൻ താല്പര്യം? അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടുപേരും എടുക്കുന്ന തീരുമാനമെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് തന്നെ രണ്ടുപേരും കല്യാണം കഴിക്കുവാനിക്കുകയാണ്. അങ്ങനെ സുഭാഷിൻ ഫോൺ വരികയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് സുധീഷിൻ്റെ വീടാണോ? സുധീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ? അതെൻ്റെ ചേട്ടനാ. എന്താ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുകയാണ്, ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യം സുഭാഷിൻ്റെ അടുത്ത് സത്യം പറയുന്നില്ല, പിന്നെ പറയുന്നുണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ വരികയും അങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ ഇതിൽ അവരെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. അവരങ്ങോട്ടേ വരും. ആ കുട്ടിക്ക് ഒരു പ്രയാസവും ഉണ്ടാവരുത് ആ വീട്ടിൽ നിങ്ങളായിട്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ്. സുഭാഷ് ആണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. അനിയൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം? അപ്പോൾ അനിയൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് നടന്നത്. ഞങ്ങളുടെ വീട്ടിൽ പെണ്ണയക്കാത്തവരാ, ഇപ്പം കണ്ടോ ഞങ്ങളെ വീട്ടിൽ കല്യാണം നടന്നു, അതൊരു സന്തോഷമുള്ള ചേട്ടാ എന്ന് അനിയൻ പറയുന്നുണ്ട്. അങ്ങനെ ഞെട്ടിത്തെറിച്ച് രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റേഷനിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ടാറ്റയും പറഞ്ഞ് വിടുകയാണ് എല്ലാവരും. അങ്ങനെ ജീപ്പിലേക്ക് കയറും മുമ്പ് രണ്ടുപേരും പറയുന്നുണ്ട്, എങ്ങോട്ടാണെന്നറിയാമോ പോകുന്നത്? എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തുന്നു. വണ്ടി നിർത്തിയിരുന്ന് കരയുകയാണ് വീട്ടിലുള്ളവരെ ആലോചിച്ച്. അങ്ങനെ വെള്ളം കഴുകാൻ കൊടുക്കാൻ പോവുകയാണ്. മോൻ കഴുകിയിട്ട് വാ എന്ന് നിധിയുടെ അടുത്ത് പറയുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ വീണ്ടും വീട്ടിലെ എന്തായിരിക്കും അവസ്ഥ? എന്നെ ഇത്രത്തോളം പഠിപ്പിച്ച് വലുതാക്കിയതാണ്, പക്ഷേ ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിന്, ഒരു കല്യാണ ആവശ്യത്തിന് ഇങ്ങനെയും നടക്കുമെന്ന് നിധി വിചാരിച്ചില്ല. അതുകൊണ്ട് അവരെ വിഷമം വീണ്ടും മനസ്സിലാക്കിയാണ് നിധിക്ക് കരച്ചിൽ വരുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ പോലീസ് പറഞ്ഞയക്കുകയാണ്. ഇനി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ അവളെ സങ്കടപ്പെടുത്തുകയോ ചെയ്തെന്നറിയരുത്. അവൾ അങ്ങനത്തെ കുടുംബത്തിൽ വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും ഒരു കുറവ് വരുത്താതെ അവളെ നോക്കണം എന്നും പറയുന്നുണ്ട് പോലീസ്. ഇതെല്ലാം മനസ്സിനുള്ളിൽ കിടക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അവൻ്റെ സാഹചര്യം അങ്ങനെയാണ്, വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അങ്ങനെ യാത്ര തിരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വീണ്ടും സുഭാഷിൻ്റെ ഫോൺ വരുന്നത്. ഫോൺ വിളിക്കുമ്പോഴത്തെ ചോദിക്കുകയാണ്, എന്താ ഫോൺ എടുക്കാത്ത എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു അനക്കവുമില്ല, ഒരു റെസ്പോൺസ് ഇപ്പോഴത്തെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോകുമ്പം കാണാമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. എന്നാൽ വീട്ടിലെല്ലാവർക്കും സന്തോഷമാവുമെന്നാണ്. ഇനിയൊരു വീട്ടിൽ പെണ്ണ് വരുമല്ലോ, നമ്മുടെ വീട്ടിൽ പെണ്ണ് അയക്കത്തില്ലല്ലോ ആരും, എന്നാൽ വീട്ടിൽ പെണ്ണ് വാഴില്ല എന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ എല്ലാവരും അറിയാൻ വേണ്ടി ഇങ്ങനൊരു കല്യാണം നടന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാവുകയാണ്. അവരിനി വീട്ടിൽ തിരിച്ച് വരാൻ കാത്തിരിക്കുകയാണ് അവരെല്ലാവരും. എന്നാൽ മുറ്റത്തൊരു റോസ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ, പൂ വിരിഞ്ഞത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഒരു വീട്ടിൽ സന്തോഷം വരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ആ റോസാപ്പൂവിനെ അനിയൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ പറയുകയാണ്, നമ്മുടെ വീട്ടിൽ പെണ്ണ് വരാൻ പോകുന്നു, അതിനുള്ളൊരു സന്തോഷം നമുക്ക് സന്തോഷിക്കണ്ടേ ചേട്ടാ എന്ന് അനിയൻ ചോദിക്കുന്നുണ്ട് സുഭാഷിനടുത്ത്.
നിധി അങ്ങനെ വീണ്ടും മുഖമൊക്കെ കഴുകിയിട്ട് വീണ്ടും വണ്ടിയിലേക്കിട്ട് കയറുകയാണ്. കയറിയിരുന്നിട്ട് ആലോചിക്കുന്നുണ്ട്, വീണ്ടും കരയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.